പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ ഗമിക്കുമ്പോ അള്ളാഹുവിന്റെ മാസമാണ് എന്നുള്ളൊരു ചിന്ത വേണം. നിസ്കരിക്കുമ്പോ ആ നിസ്കാരം അള്ളാഹു നമുക്ക് തന്ന ഈ മാസത്തിലാണ്. എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സിരുത്തിയിട്ട് ചൊല്ലാനുള്ളതാണ്. നമ്മളെല്ലാവരും ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പരിശുദ്ധമായ റജബിൽ ഒരുപാട് പോരിശകളുണ്ട്, റജബിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, റജബിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തേത് ഏതെന്നറിയോ? അത് മാത്രമല്ല, റജബിൽ നമ്മളൊരു സൂറത്ത് പതിവാക്കിയാൽ അവസാന റജബിന്റെ അവസാന സമയങ്ങൾ കടന്നു വരുമ്പോ അവസാന സമയങ്ങളില് നമ്മൾ ഓരോ സൂറത്തുകൾ നമ്മൾ പതിവായിക്കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഞാനിന്ന് പഠിപ്പിക്കുന്ന 2 സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ മരണത്തിന്റെ വേളയിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാമെന്നാണ്. റജബിൽ ഒരുപാട് പോരിശ കിട്ടുന്നതാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞുപോയ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്താണ്. പക്ഷേ നമ്മളത് വേണോന്നും പറഞ്ഞ് നമ്മൾ ചൊല്ലണം. അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഏതാണ് ആ സൂറത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിതു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. വളരെ അർത്ഥവത്തായ ഒരു സൂറത്ത്, വിധത്തിൽ ഉപകാരപ്പെടുത്താൻ പറ്റുന്നൊരു സൂറത്ത് ഇല്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളത് ചൊല്ലുന്നവരായിട്ട് മുന്നോട്ട് കടന്നു വന്ന അൽഹംദുലില്ലാഹ്, നിങ്ങളറിയാത്ത വഴികളിലൂടെ ഒരുപാട് സ്നേഹപ്രപഞ്ചം നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഈ സൂറത്ത് പതിവാക്കുന്നവരാരാണ്? മരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷത്തോടെ കലിമ ചൊല്ലി മരിക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ മനസ്സ് കൊടുത്താൽ മതി. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ ഓതി നോക്ക്. ആ ബോധലിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമല്ലോ, ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു നമുക്ക് തരുമല്ലോ, ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹു നമുക്ക് തരുമല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴരായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. നല്ല മനസ്സോട് കൂടിയിട്ട്, നല്ല നീയത്തോട് കൂടിയിട്ട് സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യും. ആ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, അലിയെ, ഇതെന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊല്ലുന്നത്? ആ സമയം പറഞ്ഞു, നമ്മുടെ മരണത്തിന്റെ സമയം നമുക്ക് രക്ഷപ്പെടാൻ ഇതൊരു അമൂല്യമായ മുത്താണ്. മരണത്തിന്റെ സമയം ഏതായാലും നമ്മളെല്ലാരും മരിക്കും. എത്ര ആളുകൾ മരിച്ചു? എത്രയോ കുരുന്നു മക്കളുടെ ജീവനാണ് പിടഞ്ഞു പിടഞ്ഞു മരിച്ചു പോയത്, പിടഞ്ഞു പിടഞ്ഞു വീണുപോയത്. അതുകൊണ്ട് ഒരു ഭൂകമ്പം മതി പടച്ചവനിക്ക് നമ്മളെ കൊണ്ടുപോകാൻ. 12,000-ൽ പുറം ആളുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ട് വിട പറഞ്ഞു എന്നൊരു സങ്കടത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ, മുഅ്മിനെ, അത് തുർക്കിയിലല്ലേ സംഭവിച്ചിട്ടുള്ളത്, നമുക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ? എന്നാൽ സുബ്ഹാനല്ലാഹ്,
നമ്മൾ പരാജിതരാണ്. അവർക്ക് വേണ്ടി ദുആരക്കണം. അവരിൽ വിട പറഞ്ഞു പോയ മക്കൾക്ക് ദുആരക്കണം. അല്ലാഹുവേ, നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒന്ന് സംഭവിച്ചാലോ, ഇതുപോലത്തെ ഒന്ന് നമുക്ക് വരാതിരിക്കാൻ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മളെ കാക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഈ പവിത്രമായ റജബിൽ നല്ല നിയ്യത്തോടുകൂടി നിങ്ങൾ അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ അല്ലാഹുവേ, ഒരു അപകടത്തിലും നിങ്ങൾ പെടൂല്ല, ഒരു സങ്കടത്തിലും നിങ്ങൾ പെടൂല്ല, ഒരു ബുദ്ധിമുട്ടിലും നിങ്ങൾ പെടൂല്ല, ഒരു കണ്ണീരിലും നിങ്ങൾ പെട്ടുപോകൂല, ഒരു നൊമ്പരത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിൽ നിങ്ങൾ വീഴൂല. പക്ഷെ നമ്മൾ പതിവാക്കണം. പതിവാക്കിക്കൊണ്ട് കടന്നു വരുമ്പോ നമുക്ക് വിജയിക്കാൻ പറ്റുമല്ലോ, സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ പറ്റുമല്ലോ. അല്ലാഹ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനുഷ്യന്മാരായ നമ്മൾ ഇങ്ങനെ നടക്കണം. എപ്പോഴാ പോവാ, ഏത് സെക്കൻഡിലാ പോവെന്നും അറിയില്ല. എന്നാൽ റജബില് നമ്മൾ എന്തെല്ലാം അമല് ചെയ്തു, ആ ചെയ്യുന്ന അമാലുകൾ മുഴുവനും അള്ളാഹുവിന്റെ അടുക്കൽ നല്ല വിലപിടിപ്പുള്ളതായി മാറും. അങ്ങനെ നല്ല വിലപിടിപ്പുള്ളതായിട്ട് മാറാനാണ് ഇതൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടുവരാൻ പറയുന്നത്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലുവാണോ, നല്ലതുപോലെ ചൊല്ലണം. ഇന്ന് മുതൽ ഏത് വരെ, റജബിന്റെ നോമ്പ് വരെ, 27ന്റെ അന്ന് വരെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന അൽഹംദുലില്ലാഹ്, നിങ്ങൾ വിജയിക്കുമല്ലോ, നിങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ അമാലുകളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ സദഖകളെ സ്വീകരിക്കണേ അല്ലാഹ്, നമ്മുടെ എല്ലാ നന്മകളും നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാക്കി തരണേ അല്ലാഹ്. അപ്പോ സൂറത്തുൽ സിൽസാൽ ഓതാ. അത് കഴിഞ്ഞാലോ, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي يطعمهم من جوع وآمنهم من خوف. മനസ്സ് കൊടുത്താൽ നമ്മൾക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റും. മനസ്സ് കൊടുത്തില്ലെങ്കിലാണ് പരാജയം വരുന്നത്, മനസ്സ് കൊടുത്തിട്ടില്ലെങ്കിലാണ് സങ്കടം വരുന്നത്. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുകയാണ്. ഈ റജബിൽ ഒരുപാട് നിസ്കരിക്കുന്നവർ, ഒരുപാട് നോമ്പ് നോക്കുന്നവർ, ഒരുപാട് നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അള്ളാഹുവേ, അവരുടെയൊക്കെ അമാലുകളെ, അവരുടെയൊക്കെ നന്മകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സൽക്കർമ്മങ്ങളും ഇബാദത്തുകളെല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ജീവിതത്തിന്റെ, അള്ളാന്റെ പരിശുദ്ധമായ വഴികളിലൂടെ നാം ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ, കണ്ണീരുകൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ ഒരുപക്ഷെ റബ്ബവനെ പരീക്ഷിക്കും. പല വിഷമങ്ങളും പല ദുഃഖങ്ങളൊക്കെ തന്നിട്ട് അള്ളാഹു തആല പരീക്ഷിക്കുമ്പോ അള്ളാഹു എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം. അങ്ങനത്തെ പരീക്ഷണങ്ങളോ ദുഃഖങ്ങളോ ഒന്നും വരാതിരിക്കുവാനാണ് ഈ പവിത്രമാക്കപ്പെട്ട റജബ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഈ റജബിന്റെ പോരിശയിലൂടെ
നമ്മളെല്ലാവരും മുന്നോട്ട് ഗമിക്കുമ്പോ ആ ഗമനത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാവരും ദുആ ചെയ്ത അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, അല്ലാഹുവേ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണോ. ആ റജബിന്റെ പോരിശയും ആ റജബിന്റെ പവിത്രതയും ആ റജബിന്റെ സന്തോഷവും എന്തുകൊണ്ട് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇല്ല? പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ അമലുകൾ ചെയ്യുമ്പോ, നന്മകൾ ചെയ്യുമ്പോ, സന്തോഷത്തിന്റെ നല്ല വഴികളിലൂടെ കടന്നു വരുമ്പോ അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് തരും. പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയാൽ അതൊരു വല്ലാത്ത ഒരത്ഭുതമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ജീവിതം മെച്ചപ്പെടുത്തുന്നത്? റജബിൽ ഉള്ള ഒരു പുണ്യം, ആ ഒരു പുണ്യത്തിന്റെ നല്ല വഴികളാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിന്റെ പൗരുഷ കിട്ടുന്ന, റജബിന്റെ സന്തോഷം കിട്ടുന്ന എല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് വേണ്ടി, ഇത്താക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റട്ടെ. الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവന്റെ മജ്ലിസിൽ ആരൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അല്ലാഹുവേ, ഓരോരുത്തരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസർ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ. അപസ്മാരം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ. നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും കൊടുത്ത് പരീക്ഷിക്കല്ല പടച്ചോനെ. അല്ലാഹുവേ നിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മക്ക കാണാൻ, മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ മകനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, മകനിക്ക് ശമ്പളം കിട്ടണം, വിസ അടിക്കണം എന്നൊക്കെ പറഞ്ഞ ഉമ്മമാരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ അവർക്ക് നല്ലതുപോലെ ഖൈറ് കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു, അവസാനം മക്കൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇരുന്നവരുണ്ട്. റബ്ബേ നിന്റെ തീരുമാനം മറ്റൊന്നാണ്, പെട്ടെന്നതില്ലാണ്ടായി. അങ്ങനെ സങ്കടപ്പെടുന്ന പലരുമുണ്ട് പടച്ചവനെ. അല്ലാഹുവേ അവർ കാണും പെണ്ണുമായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. നീ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ലല്ലോ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഈ സാധുവിനോടൊപ്പം ഉംറയ്ക്ക് വേണ്ടി കടന്നവരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ അല്ലാഹുവേ നല്ലതുപോലെ ഉംറ നിർവഹിച്ച് രോഗങ്ങളില്ലാതെ അമല് ചെയ്യാൻ പറ്റുന്ന സന്തോഷം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചോനെ മാരകമായ രോഗങ്ങൾ കൊടുത്ത് ഇവിടുന്ന് പോയ സമയം മുതൽ കിടത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا
إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.